സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ദൈവവുമായുള്ള സംഭാഷണമാണ്. നീ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുമ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചിന്തകളുടെയും കേൾവിയുടെയും പ്രവൃത്തികളുടെയും വാതിലുകൾ അടച്ച് വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ആത്മാവിൻ്റെ ഫലങ്ങൾക്കും ദാനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിന്റെ ആഴമനുസരിച്ചാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ ആവലാതിപ്പെടാറുണ്ട്. എന്തുകൊണ്ട് ദൈവം എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ല? ദൈവം എന്നോട് അകന്നിരിക്കുകയാണോ? യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 31-ാം തിരുവചനം നമുക്ക് മറുപടി നൽകുകയാണ്. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. സ്നേഹമുള്ളവരെ, നിരവധി വിശ്വാസികൾ ഈ സത്യം മനസ്സിലാക്കാത്തത് കൊണ്ട് പലരുടെയും പ്രാർത്ഥനകൾ ഈ ലോക ജീവിതത്തിന്റെ സംരക്ഷണത്തിനും സുഖങ്ങൾക്കും വേണ്ടി മാത്രം ചുരുങ്ങുകയാണ്. എന്നാൽ ദൈവത്തിന്റെ നിയോഗവും വിളിയും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ എന്ന് തിരുവചനം പ്രഖ്യാപിക്കുമ്പോൾ ഏത് അവസ്ഥയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടുവോ അതേ അവസ്ഥയിൽ ദൈവത്തോടൊത്ത് നിലനിൽക്കുവാൻ നമ്മെ തിരുവചനം ഓർപ്പിക്കുകയാണ്. തിരുവചനത്തിൽ പത്രോസിനെ നമ്മൾ കാണുന്നു. പത്രോസിനെ യേശു വിളിക്കുന്നതിന് മുൻപ് അവൻ രാത്രി മുഴുവനും അധ്വാനിക്കുകയായിരുന്നു. ഞാൻ പാപിയാണ് എന്ന് പത്രോസ് വിളിച്ചു പറയുമ്പോൾ യേശു പത്രോസിനെ തൻ്റെ ശിഷ്യനായി വിളിക്കുകയാണ്. ദൈവത്തിന് പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുവാനും പ്രവർത്തിക്കുവാനും ദൈവം പത്രോസിനെ തിരഞ്ഞെടുത്തു. പിന്നീട് ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും പത്രോസിലൂടെ ദൈവം വെളിപ്പെടുത്തി. കാരണം എന്താണ്? പത്രോസ് ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്തു. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 13-ാം തിരുവചനം വ്യക്തമാക്കുന്നു. ദൈവത്തിന് പ്രീതികരമായ കാര്യങ്ങൾ നിങ്ങൾ ഇച്ഛിക്കാനും പ്രവർത്തിക്കുവാനും വേണ്ടി ദൈവം തന്നെ നിങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മെ കരുതുന്ന കർത്താവിൻ്റെ കരങ്ങൾ ഇനിയും കുറുകിപ്പോയിട്ടില്ല. നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാതിരിക്കുവാൻ തക്കവിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടുമില്ല. എല്ലാത്തിനും പരിഹാരമുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരമുണ്ട്. കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. കർത്താവേ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. വിശുദ്ധിയുടെ വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ പ്രവർത്തിക്കുന്ന അങ്ങയുടെ വലിയ ശക്തിയാൽ കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിലും അതിലും കൂടുതലായി അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ അയച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം അങ്ങിലുണ്ട്. പരിഹാരമുണ്ട് പരദേശിയെ നിന്റെ പ്രശ്നങ്ങൾക്ക്. പരിഹാരമുണ്ട് പരദേശിയെ നിന്റെ പ്രശ്നങ്ങൾക്ക്. ഉത്തരമുണ്ട് വിശ്വാസിയെ നിന്റെ പ്രാർത്ഥനയ്ക്ക്. ഉത്തരമുണ്ട് വിശ്വാസിയെ നിന്റെ പ്രാർത്ഥനയ്ക്ക്.
കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. നമ്മുടെ ആത്മാവിൽ ദൈവം ശക്തി പകരുകയാണ്. സങ്കീർത്തകൻ പറയുന്നു, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമറിയും. അവിടുന്ന് തൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം, പതരാതെ തളരാതെ നിറച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന, പുതിയ കൃപകളാൽ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഇപ്പോഴുമുണ്ട്. നമുക്ക് വിശ്വസിക്കാം. പതറിടല്ലേ, തളർന്നിടല്ലേ, നിറച്ചിടും അവൻ പുതു കൃപകളാലേ. ഹല്ലേലൂയ. പതറിടല്ലേ, തളർന്നിടല്ലേ, നിറച്ചിടും അവൻ പുതു കൃപകളാലേ. ഇന്നേ വരെ കാണാത്തതാം വൻകാര്യം കാണിച്ചിടും. ഹല്ലേലൂയ. ഇന്നേ വരെ കാണാത്തതാം വൻകാര്യം കാണിച്ചിടും. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. കർത്താവ് പറയുന്നു, എൻ്റെ വാക്ക് ശ്രദ്ധിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. അവൻ തിന്മയെ ഭയപ്പെടാതെ സ്വസ്ഥനായിരിക്കും. നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. നാം ജീവിച്ചിരിക്കുന്നത് തന്നെ നമ്മുടെ കഴിവല്ല, ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. ഇന്നു നീ കാണും പർവ്വതങ്ങൾ എന്നും നീ കാണുകയില്ല. ഇന്നു നീ കാണും പർവ്വതങ്ങൾ എന്നും നീ കാണുകയില്ല. സമഭൂമിയാകും അതു വേഗത്തിൽ കൃപയാൽ തന്നെ. സമഭൂമിയാകും അതു വേഗത്തിൽ കൃപയാൽ തന്നെ. കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. കരുതുന്ന കർത്താവിൻ കരങ്ങളിന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ. കേൾക്കുന്ന കാതുകൾ ഇന്നുവരെയും മന്ദമായിട്ടില്ലല്ലോ. ഹല്ലേലൂയ. ഇന്നേ ദിവസം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകലർക്കും കർത്താവിൻ്റെ സംരക്ഷണവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.